വിശ്വാസികൾ പറയാൻ സാധ്യതയുള്ള കാര്യമാണ്. ഇസ്ലാമിൽ അങ്ങനെ നിർബന്ധിച്ച് മതപരിവർത്തനം ഒന്നുമില്ല, അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് നിങ്ങൾക്ക് അവിടെ വായിക്കാം. ദർ ഇസ് എ ഗ്രേറ്റ് റിവാർഡ് ഇൻ കൺവേർട്ടിംഗ് എ നോൺ മുസ്ലിം ടു ഇസ്ലാം ബൈ വിർച്യൂ ഓഫ് മാരേജ്. എന്താണ് റിവാർഡ്? അതിവിടെ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സെഡ്, ഇഫ് വൺ പേഴ്സൺ ഈസ് ഗൈഡഡ് ത്രൂ യു, ഇറ്റ് ഈസ് ബെറ്റർ ദാൻ റെഡ് ക്യാമൽസ്. ചുമന്ന ഒട്ടകങ്ങളെക്കാൾ അത്രയും പ്രഷ്യസ് ആണ് ഒരു വ്യക്തിയെ മതം മാറ്റി ഇസ്ലാമിൽ. എന്നിട്ടാണ് ഇവർ പറയുന്നത് ഇസ്ലാമിൽ അതിന് പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ലെന്ന്. അത് പള്ളി പോയി പറഞ്ഞാൽ മതി എന്ന് നമുക്ക് പറയാനുള്ളൂ. അല്ല എന്താരിഫേ രണ്ടുപേരും മാത്രം വായിച്ച് മുങ്ങാണോ? അല്ല സമയം ലേറ്റ് ആയോ? എന്തെങ്കിലും തിരക്കുണ്ടോ? ഓക്കെ വയ്യേ. ഓ ഷാഖേന്ന് കോൾ വന്നു അല്ലേ? അത് ശരി, അതിന് കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. ഷാഖേന്ന് വിളിച്ചപ്പോൾ പോകണം, അതാണ് അതിന്റെ പണി. ഓക്കെ, പ്രശ്നമില്ല. നമ്മൾ ഈ ഹദീസിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇഫ് വൺ പേഴ്സൺ, ഒരു മനുഷ്യൻ, ഈസ് ഗൈഡഡ് ത്രൂ യു. എന്ത്? ഈസ് ഗൈഡഡ് ത്രൂ യു എന്തല്ല, ഫോഴ്സ് അല്ല, ഗൈഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ദാൻ റെഡ് ക്യാമൽസ്. അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫത്വ തന്നെ കാണാൻ സാധിക്കും. ദ കൺവേർഷൻ ഷുഡ് നോട്ട് ബി ഫോർ മാരേജ് കൺവീനിയൻസ്. വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൺവേർഷൻ ആകാൻ പാടില്ല. ഇസ്ലാം മതം സ്വീകരിക്കുക എന്നുള്ളത് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ട് സ്വീകരിച്ചിരിക്കണം. അല്ലാതെ ഒരു മാരേജിന് വേണ്ടിയിട്ടുള്ള, ഒരു മാരേജിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, ഒരാളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൺവേർഷൻ ആകാൻ പാടില്ല. അയാള് ഫ്രീ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അയാൾ സ്വീകരിക്കണം എന്ന് കൃത്യമായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്.